ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കെർണ ടൂറിസ് ആയിട്ട് സർവൈവ് ചെയ്യാൻ പോണേ. കെർണ ടൂറിസ്. ഓക്കെ, നമ്മളുടെ നേരത്തെ ഗിഗയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ താഴത്തില്ല, പക്ഷെ എന്നാലും ഗ്രോത്ത് കുറയും. ആഹാ, അരപ്പത് ഒരു അലോസോറസ് ആണിത് ഗൈസ്. അലോസോറസ് അപ്പോൾ നമ്മൾ കണ്ടം വഴി സ്കൂട്ടായി. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കണം, അവനോട് ആദ്യം ഒന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ. പോടാ 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 എന്നച്ചി കാലം വേണം വന്നാൽ നമ്മൾ പെടും ഗൈസ്, പെട്ടു പോകും. പക്ഷെ നമ്മളൊരു ഒരു ബേബിയാണ്. ഒരു 8% ഗ്രോത്ത്. ഇത് നമ്മളിപ്പോൾ എൻ്റെ ടേബിൾ അനുസരിച്ച് നമ്മളിപ്പോൾ സ്കാവഞ്ചർ സ്റ്റേജാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പ്രത്യേകിച്ചൊന്നും ചെയ്യാറുണ്ട്. ഈ കെർണ ടൂറിസിന് തേയില ബന്ധി വേണ്ടിയിട്ടില്ല എന്നൊക്കെ പറയാനായിട്ട് അതൊക്കെ ടാക്സാണ്. ഇത് പറ്റുമായിരുന്നായിരിക്കാം, അതൊക്കെ നമ്മളുടെ തിയറീസ് അല്ലേ, അതുകൊണ്ട് പറയാനില്ല. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയായിരിക്കാം, പറ്റാതിരിക്കാം, എന്തെങ്കിലുമൊക്കെ നടക്കാം. അപ്പോൾ എവിടെ ഇല്ല സാൻഡ് ബോക്സ് അല്ലേ, കുട്ടത്തരം കാണിക്കാതാ. ഈ സംഭവം വന്നോണ്ടേ ആൾക്കാരൊക്കെ കണ്ടു. അവരൊക്കെ പോയാ ഓപ്പോ ബ്രാ എന്നെ വിട്ടുപോയി. ഞാനിനി ഇവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യണം. പറ്റുവാണെങ്കിൽ 2 കൂട്ടുകാരെ ഉണ്ടാകണം. സാൻഡ് ബോക്സ് സെർവർ ആയതുകൊണ്ട് നോബഡി റിപ്പോർട്ടിങ്. ഓക്കെ, എന്നാലും നമ്മൾ കെർണ ടൂറിസ് ഉണ്ടോ എന്ന് നോക്കാം. കെർണ ടൂറിസ് ഉണ്ടെങ്കിൽ കെർണ ടൂറിസിനെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. കർണോ അപ്പൂസ് എന്ന് തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൂസ് ഡിനൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യല്ലേടോ അപ്പൂസേ. പ്രൈം ഈ ചങ്ങാതിൻ്റെ പേര് ഞാൻ നേരത്തെയും കേട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്യാത്തത്. ആൻകൊരിക്കലും തരത്തില്ലായിരിക്കും, ബിക്കോസ് ആൻകൈലസോറസ് അവനൊരിക്കലും അതെ. ഞാൻ മുന്നേറ്റിപ്പോയി, ഞാൻ പറയുന്നതെല്ലാം തെറ്റാണോ എന്ന് വിചാരിച്ചു. ഓക്കെ, ടൈറ്റൻ പ്ലേസ് അവൻ്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് ഇൻവൈറ്റ് ചെയ്തേക്കാം. അക്സെപ്റ്റഡ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇതൊരു സ്പൈനെ കൂടെ എടുത്താലും വെറുതെ ഇരിക്കട്ടേനെ, പക്ഷെ എടുത്തില്ല, അത് വേറെ വരും. സ്പൈനോസോറസ് ഒരു കൂട്ടിക്കാരനതിന് ടീമപ്പ് ആവുമ്പോൾ അല്ലേ. ഓടിക്കോ. ഞാൻ ചത്തേ. ഡോഡ്ജ് ഇറ്റ്. അവൻ്റെ കയ്യിൽ നിന്ന് അടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ചാവുമല്ല, ഡാമേജ് അടിക്കുമോ? വെറുതെ ഇരുന്നപ്പോൾ ഡാമേജ് അടിച്ചു. ഡാമേജിന് വേണ്ടത് അവനെ അടിക്കാൻ തോന്നി. അടിച്ചതല്ലേ അമ്മച്ചി അച്ഛ. നമ്മളിങ്ങനെ വട്ടം നാരങ്ങ തിന്നോട്ടെ. സർവൈവലായി. പിടിക്കാൻ പറ്റില്ല നിനക്ക്, അങ്ങനെ ഇപ്പം പിടിക്കാനും പറ്റില്ല, അടിക്കാനും പറ്റില്ല. വെറുതെ അവനൊരു നാളെന്നെ പിടിക്കും, എന്നിട്ട് അവൻ വലുതായി ഒരാളാവും, വലിയൊരു മഹത്തായ വ്യക്തിയാവും. എന്നല്ലേ ബ്ലീഡ് ചെയ്തേ? ഞാനല്ലേ ചാവും പോന്നേ. ഓക്കെ, ഞാൻ ആരും അടിച്ചോന്നൊരു സംശയമില്ല. ഓക്കെ, അടിച്ചില്ല. ഓക്കെ, സംശയം അടി. ഓക്കെ, ഗുഡ്.
ഇവനെന്താ ഓടാത്തെ? ഓടറാ, പിടിക്കണോ? ഓക്കെ ഞാൻ ചാവാൻ പോവാണ്. ഞാൻ എൻ്റെ മരണം അക്സെപ്റ്റ് ചെയ്യുന്നു. ചോര പറഞ്ഞ് ചാവുന്നതിൻ്റെ അതാണ് ഡൈനോസർ കടിക്കാവുന്ന പാപ്പി ടൈറ്റ്. കുഞ്ഞതാണെങ്കിൽ നമ്മൾ ഉറപ്പാ ചാവും, താഴും. പക്ഷെ അഡൾട്ടാണെങ്കിൽ തോഴത്തിലടാ. ഞാനൊരു സ്റ്റെഗോസോറസിനെ കൊന്നായിരുന്നു. ഇവനാണ് അവൻ. അയ്യോ, ഇത് മറ്റേ പ്ലേസ് പോലെ തന്നെ ഉണ്ടല്ലോ. അയ്യോ, അരപ്പത് ഒരു സൂച്ചമൈമസ്. ഒരു ഹൈ അടിച്ചാലോ? സൂച്ചമൈമസിന് എന്തുവാണെങ്കിലും നമ്മളുടെ അത്ര സ്പീഡുണ്ടോ? ഹായ് സൂച്ചോ ബ്രോ. ഈ സൂച്ചോ ബ്രോ ഹായ് ബ്രോ. സൂച്ചോ പോയോ? പോണി സൂച്ചിയായിപ്പോയി. സൂച്ചോ ഗ്രിംജോ അല്ലേ? ബാക്കി കയറ്. ഓനോ അവൻ്റെ കൂട്ടത്തിൽ വേറെ ഒരുത്തനുണ്ട്. അതുകൊണ്ട് എവിടെ അവൻ വലുതായിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. അവൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട് ഉള്ളതുകൊണ്ട്. ഗുഡ് പ്ലാനോ? യെസ്, ഐ ഹാവ് എ പ്ലാൻ. വൈ ആൾ ഓക്കെ. ഗുഡ് പ്ലാൻ. വേർ എസ്പ് അവനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വരണ്ടേ? എവിടാണെന്നറിയാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഗോ ടു കേവ്, ദേ ഗെറ്റ് സ്റ്റക്ക്. എസ്പ് എന്തുവാ? അലോസോറസ് അല്ലേ? കുട്ടി അലോസോറസാ? നോക്കട്ടെ. കുട്ടി അലോസോറസാ? 100% ഗ്രോത്ത് ആളിന് കേവിനകത്ത് കയറാൻ പറ്റുമോ? ഉണ്ടിനോടോ നീ? നീട് ഫുഡ് ഓടോ? ഓടോയോ? എന്തെങ്കിലുമൊക്കെ അവരവരുടെ കോഡ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. F9. ഓക്കെ, ഒരുത്തൻ കോഡ് ഭാഷയ്ക്ക് പകരം നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്ന്. ഫാസ്റ്റ് ഫുഡ് മലയാളി എന്നാണ് ഉദ്ദേശിച്ചത്. അവലും മലരും. സ്റ്റേ ദെയർ, ഡോണ്ട് കം ഹിയർ. ഇൻ കേവ് ദേ ഗെറ്റ് സ്റ്റക്ക്. വഴങ്ങുന്നില്ല സംഭവം. ദിസ് ഈസ് ദെയർ ഹോം. യെസ്. ഇതൊക്കെയൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ അടുത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ അങ്ങ് ദൂരെ ആയതുകൊണ്ട് കിലോമീറ്റേഴ്സ് അവേ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു പാക്കിസഫലോസോറസ് അങ്ങോട്ട് പോയി. പാക്കിസഫലോസോറസ് തന്നെ ആയിരിക്കണം. OMXG 3 birds here don't come. ഗ്രേറ്റ്. ഞാൻ വരും. എനിക്ക് ചാവുന്നതുകൊണ്ടൊന്നും പേടിയില്ല. We can bleed them and OMXG will lokill. ഗുഡ് ഐഡിയ. ഓരോരുത്തരും ഓരോന്നൊക്കെ പറയും. അവിടെ കുറേ ചിക്കൻസ് ഉണ്ടെന്ന്. അതായത് ഈ ഡീനോനിക്കസും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ നമ്മൾ ചിക്കൻസ് എന്ന് വിളിക്കും. ഇത് കോഴിയെ പോലെ തൂവലുള്ളതുകൊണ്ട്. സ്റ്റേ ഇയർ വിത്തൗട്ട് സീയിങ് യു. ബൈ അസാൻ.
ഇപ്പോൾ ഒരു വണ്ടർഫുൾ ഇങ്ങനെ ചാടുന്ന കാണോ? ശേ കാലൊടിഞ്ഞില്ല. ശേ ബൈ ഗൈസ്, ബൈ 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 ബ്രോ, ബൈ വിത്ത് എ സാഡ് ഫേസ്. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റൈറ്റ്, സാഡ് ഫേസ് ആയില്ലേ? അനൂപ് F9 വരുമോ ബ്രോ? OMXG's സൂപ്പർ ഹീറോ ലാൻഡിങ് ബട്ട് ഗുഡ് ഡാമേജ്. That's aura farming. ഒന്നും പറയണ്ട ബ്രോ. ഇവിടെ നിന്ന് വേണാ നമ്മൾ ഉറപ്പായിട്ടും ചാവും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് പയ്യെ പോകണം എന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ പോകത്തില്ല. OMXG ഇവരെന്തോ ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ് ചേർക്കുന്നത്. OMXG കം ടു वाटर. अरे बॉय साहिब यह क्या हो रहा है? അമ്മച്ചിയാ. സുഖം. വാട്ടർക്ക് പഠിച്ചതോടെ ഞാനിപ്പോൾ വീഴ്ചയിലൊന്നും തോഴത്തില്ലടാ. നമ്മളിപ്പോൾ എന്തായി സ്കാവഞ്ചറിന്ന് വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് സ്കാവഞ്ചറാണ്. ബിക്കോസ് പച്ചയല്ലേ, കുട്ടിയല്ലേ, അതുകൊണ്ട് അപ്പോഴും അത് സ്കാവഞ്ചറിനെ ചെയ്തുകൊണ്ടിരിക്കും. ABCDEFG. ഓക്കെ, പറഞ്ഞു നോക്കാം. I am at G7. G7 എത്തിയെന്ന് പറഞ്ഞു. ഇതാരാ? കൊച്ചലാരാ? അതിപ്പോൾ അറിയണമല്ലോ, അറിഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ കൊച്ചലെടുത്ത് നമ്മളെ കുത്തിക്കൊല്ലും. ഇവനാണ് OMXG. ഞാൻ വിചാരിച്ചു ഓമേഡിക്കോഡിന് അവർ എക്സ് കൂടെ അറിയാതെ ചേർക്കുന്നതാണെന്ന് വിചാരിച്ചു. എന്തിനാ ഇവർ അറിഞ്ഞുകൊണ്ട് ചേർക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഫ്ലൈറ്റ് ബസ് ഞാനും ഈ കർണാടോറസിന് നല്ല കൈ ഉണ്ടായിരുന്ന കാരണത്തിട്ട് തരണം തന്നേനെ. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും താണ്ടേ അവൻ പോവാണെന്ന്. ഞാനപ്പോൾ എന്ത് ചെയ്യാനാ? പുളിച്ച ഉണ്ടാക്കി കഴിക്കുമോ? ദേ സ്കേർഡ് ഓഫ് മീ ഐ തിങ്ക്. അവിടെ സാർക്ക് സ്വിച്ചസും മറ്റേ സ്വിച്ചസും മറിച്ച സ്വിച്ചസും എല്ലാം ഉണ്ട്. കർണാടോറസ് ഇസ് ഹെഡിങ് യുവർ വേ ബേസ്. അമ്മേ ക്ലച്ച്ഡ് ലാൻഡിങ് ഗൈസ്, ക്ലച്ച്ഡ് ലാൻഡിങ്. ഹലോ, ഹൗ ആർ യു? ധനൂപ് ഹൈഡ്. അതോട്ട് കയറാൻ പറ്റത്തില്ല. അത്ത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. I guess I am trapped. I don't know. എന്ത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? വേറെ ഏതോ മെഗാറാപ്റ്റർ ഉണ്ട് ഇവിടെ. കൊച്ചറ്റ് ക്വാഡ്ലസ്, വേറെ കൊച്ചറ്റ് ക്വാഡ്ലസ്. നമ്മുടെ എനിമി കൊച്ചറ്റ് ക്വാഡ്ലസ്. പെട്ട്. We are gonna die. Oh yeah, that ability works a lot. Okay, ഉറങ്ങ്. SPO. ഞാൻ ചാവാൻ പോവാ. കരുവളി മുക്കളൂസേ എന്തോ കാണിക്കുക നീ? ഞാൻ കേവിനകത്ത് ആ മിത്ത് കൊള്ളാൻ കിട്ടും. മിത്തല്ല, ഇത് ബിഗ് ബ്രെയിൻ ഓടോ.
അത് കൊള്ളാം കേട്ടോ, അത് എനിക്കിഷ്ടപ്പെട്ട. അവൻ്റെ ബുദ്ധിയെ ഞാനങ്ങ് സമ്മതിച്ചിരിക്കുന്നു. പൊളി. ഓടോയോ അവൻ്റെ പേര്? ഓടോന്ന്. ഓ ഡോഗ്. My man. Great. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? അതാണ് എൻ്റെ സംശയം. ഇനി അതിനവൻ എന്നെ ഗ്രാബ് ചെയ്യണ്ടേ? ചെയ്യണോ? അതോ നമുക്ക് കാഷ്വലായിട്ട് ഇറങ്ങാൻ പറ്റുമായിരിക്കുമോ? എനിക്ക് ഇറങ്ങണം എന്നില്ല. തിരിച്ചു കയറിക്കോ. എന്നാലും ഇത് കൊള്ളാം. ഡക്ക്. ഐ നീഡ് ഫുഡ്. ഇവിടെ എല്ലാവരും ചത്തെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല. ഇവിടെ കുറെ മെഗാറാപ്റ്റർ ഉണ്ടായിരുന്നല്ലേ, ആരെയും കാണുന്നില്ല. മെഗാറാപ്റ്റോറിയൻസ്. ഹെൽപ്പോ? പറക്കുന്ന ഡൈനോസറിന് ഒരു ഹെൽപ്പ് വേണം അത്ര. അയ്യോ, അത്രയ്ക്ക് വലിയ ട്രബിളാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നത് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നോ താങ്ക് യു. പക്ഷേ ഞാൻ ചാവുമ്പോൾ, ബിക്കോസ് ഗൈസ് ഇത് പണി തരുന്നതിനാണ്. ചത്തിയാൻ ട്രീ ലാൻഡിങ്. വാവ്, ഞാൻ ചാങ്കു റാപ്റ്ററിനെ പോലെ ആയിട്ടുണ്ട്. ചാങ്കു കർണായി മാറിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ചാങ്കു കർണായി മാറിയിരിക്കുന്നു. നമ്മൾ ചാവാൻ പോണേ. ബൈ ഗൈസ്. ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ കളി നിർത്തുമെന്ന് വിചാരിച്ചെങ്കിൽ നിർത്തിയില്ല. ഒരു ചാൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ സാൻഡ് ബോക്സ് സെർവറിലോട്ട് ജോയിൻ ആവുന്നില്ല. എന്നെ കൊണ്ട് വയ്യ. ഇതാകുമ്പോൾ വെറുതെ ആൾക്കാർ റിപ്പോർട്ടെങ്കിലും ചെയ്യാം. 18 പ്ലെയേഴ്സ്. ലെറ്റ്സ് ഗോ. കഷ്ടമുണ്ട്, പ്ലീസ് നോബഡി. പക്ഷേ ഫുഡ് ഡ്രോപ്പ് ഉള്ള സ്ഥലത്താണല്ലേ. ഫുഡ് ഡ്രോപ്പ് അല്ല, ബോഡി ഡ്രോപ്പ്, അങ്ങനെ എന്താണ്ടല്ലേ ഇനി പറയുന്നത്. ഇപ്പം എന്താ കുടു അങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ആ സാധനമാണ് നമ്മളുടെ സ്വന്തം ഡൈനോനിക്കസ് അടുത്തുണ്ട്. ചാവൽ. ഇന്നത്തെ ദിവസം ചാവലിൻ്റെ ചാകരയായിരുന്നു. ചാവലിൻ്റെ ചാകര. ഓക്കെ, ഇന്നൊന്നും നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചു നോക്കിയാലോ. ഇനി മലയാളി ഇൻവൈറ്റ് മീ. മലയാളി ഉണ്ടെങ്കിൽ മതി. മലയാളി ഇല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യണ്ട കേട്ടോ. നിക്ക് വെറുതെ. ഇവിടെ സർക്കസ്. അവിടെ ആരാപ്പത്? ഇവിടെ ഫുഡുണ്ടോ? അറിയത്തില്ല. സർക്കസ് സ്വിച്ചസ് കാണുന്നില്ല. സർക്കസ് സ്വിച്ചസിനെ അതോർത്തടെ കാണുന്നില്ല. പക്ഷെ അവിടെ ആയിട്ട് എന്തോ ഒരു വെലോസിറാപ്റ്റർ പോലത്തെ സാധനമുണ്ട്. ഡീനോനിക്കസ് പോലത്തെ സാധനമുണ്ട്. ഗുവാൻലോങ്ങോ എന്തെങ്കിലുമൊക്കെ ആവാം. ഞാൻ എൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ കണ്ടുള്ളൂ. അത് കാർണിവോറസ് ഡൈനോസർ ആണെന്നുള്ളത് ആ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ കാൽക്കുലേഷൻസും കലാലുലേഷൻസും യൂസ് ചെയ്യുവാണ്. ഇത് പുതിയൊരു സംഭവമാണ് ഞാൻ കണ്ടുപിടിച്ചത്. കലാലുലേഷൻ ആണ് കാൽക്കുലേഷൻ ഓഫ് ക്രീച്ചേഴ്സ്. അതായത് 1+1 അങ്ങനല്ല. നമ്മൾ ഈ ഷേപ്പ് വെച്ചിട്ട് ഡൈനോസറെ കണ്ടുപിടിക്കുന്നതിനാണ് കലാക്കുലേഷൻ എന്ന് പറയുന്നത്. കലാക്കുലേഷൻ അങ്ങനെ മതി.
പിന്നെ കുറച്ചുകൂടെ ഗുമ്മുണ്ട്. കലാകുലേഷൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 2-3 ഡീനുവിനെ ഞാൻ കണ്ടായിരുന്നു. ആരപ്പത്? ആരും അല്ല. അതൊക്കെ ആരപ്പതെന്ന് ചോദിച്ചപ്പോൾ ആരും അല്ലെന്ന്. ഇൻസൾട്ട്, യു ഇൻസൾട്ടിങ് മീ. ഞാനൊരു കർണോ, ഓഹോ ഞാനൊരു കർണോ. അത് വെള്ളത്തിൽ വെച്ച് പാടല്ലേ. നീ നീന്തുമ്പോൾ നമുക്ക് ആ പാട്ടും പാടിക്കൊണ്ട് പോവാം. താണ്ട വെള്ളം ഇതിലെ കൂടെ നമുക്ക് നീന്തിയിട്ട് പറയാം. ടിൻ 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 ഓഹോ ഞാനൊരു കർണു, ഓഹോ ഞാനൊരു കർണു, ഓഹോ. ഓക്കെ, വെള്ളത്തിൽ വെച്ച് നമുക്ക് ചാർജർ സ്ട്രൈക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ചാർജർ സ്ട്രൈക്ക് ഡസൻ വർക്ക് ഇൻ വാട്ടർ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിനകത്തെ സംഭവമാണിത്. സ്കാവഞ്ച് ചെയ്യുക, അതായത് ബോഡി ഡ്രോപ്സ് ആൻഡ് ബോഡി ഉള്ളെടുത്ത് ചെന്നിട്ട് അത് എന്നിട്ട് തിന്നുക. രണ്ടാമത്തെ സ്റ്റേജ് അതുപോലെ. ബട്ട് മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കുഞ്ഞു ഡൈനോസേഴ്സിനെയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു തിന്നണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആയിട്ടല്ലോ ഹൈഡിങ് സ്പോട്ട് ഉണ്ടാകണം. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഫുഡും കഴിക്കുക, അങ്ങോട്ട് ചെന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ മെയിൻ പരിപാടിയാണ് ഹൈബർനേഷൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഹൈബർനേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈബർനേഷൻ അത് കാരണം ഞാനൊരു വട്ടം ഫുഡില്ലാതെ മരിച്ചു. ഡിലോഫസോറസ് ആയിട്ട് കളിക്കുമ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കർണോ പ്ലേ ലൈക്ക് ടൈഗർ, സോ ബ്രൂട്ടൽ. ഇവനായിരിക്കും ബാഷർ, അവനെല്ലാം ചെയ്ത് കാണും. വലിച്ചു എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അവൻ്റെ അടുത്ത് പോലും ഞാൻ എത്തിയിട്ടില്ല. ഇപ്പോഴും ഞാനൊരു ന്യൂബ് തന്നെ, ഇനിയും ഞാനൊരു ന്യൂബായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നില്ല. എഴുന്നേക്കടാ തവള പോലെ കിടന്നുറങ്ങാതെ. ബാ ഫുഡ് ഇവിടുത്തെ ഫുഡ് കഴിക്കുക. നമ്മൾക്ക് ഇതിനെ അഡൾട്ടാക്കണം. അഡൾട്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിയും. പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഫുള്ള് ബാറ്റിലാക്കാം. അല്ലെങ്കിൽ ഇന്നും നമ്മൾ ചാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഇതിനെ അഡൾട്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു ഫുൾ ഗ്രോത്ത് ഫൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. കർണട്ടോറസ് ഇത്ര പെട്ടെന്നൊന്നും താഴത്തില്ല. ഇത് കുറേ നേരം ഇരുന്ന് കളിക്കണം, അതാണ് പാട്. നിങ്ങളെന്നെ കാണുന്നുണ്ടെങ്കിൽ കാണാം. അത്ര നമ്മൾ ഇത് മറ്റേ ഡൈനോസറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കുറച്ച് കാലേ കാണത്തുള്ളൂ. ഇതാകുമ്പോൾ നല്ലപോലെ ഇത് ഹൈഡിങ് സ്പോട്ട് വേണം, നല്ല ഹൈഡിങ് സ്പോട്ട് വേണം. ഹൈഡിങ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്ലെയിൻ ഹൈഡിങ് സ്പോട്ട് തന്നെ വേണം. ഈ കർണട്ടോറസ് ഒക്കെ ആയാലേ കുറച്ചേറെ സൈസ് ഉണ്ട്, അതുകൊണ്ടേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. ഈ കർണട്ടോറസിനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സാധനമാണ്, ബിക്കോസ് കുറച്ചുകൂടെ ഗ്രോത്ത് ടൈം കുറവാണ് ഗിഗണോട്ടോറസിനെയൊക്കെ കാട്ടി. പിന്നെ സ്പീഡ് കൂടുതലാണ്, ഡാമേജ് ഹെൽത്തൊക്കെ കുറവായിരിക്കും. ദാറ്റ്സ് നോട്ട് മൈൻഡ്. സ്പീഡാണ് നമ്മളുടെ കാര്യം. സ്പീഡും ബ്ലീഡിങ്ങും നല്ലതാണ് ഗൈസ്, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ 1082% സ്പീഡായിട്ടുണ്ട്. 87 ഒരു സെക്കൻഡിൽ കൂടുകയാണ് ഗൈസ്, ഒരു സെക്കൻഡിൽ ഇത് കൂടുന്നു. 92 91 ഡാമേജ് അങ്ങനെയൊക്കെ കൂടി വരുന്നുണ്ട്. ഇനി ഗൈസ് കുറച്ച് ഫുഡ് കഴിക്കാം, എന്നിട്ട് വരാം. സൂച്ചമൈമസിൻ്റെ പേര് മാറ്റി അറിഞ്ഞായിരുന്നു ഗൈസ്? അറിയാടും പ്രോബബ്ലി. ക്രിസ്റ്റാട്ടോസോറസ്. ഇനിയോട്ട് നിങ്ങൾ സൂച്ചമൈമസ് എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് ഇപ്പോൾ സൂച്ചമൈമസ് ഇനി ഒരിക്കലും ഇല്ല. അതായത് സയൻറ്റിസ്റ്റ്
ഈ സൂച്ചമൈമസ് എന്ന് പറയുന്ന സ്കെൽട്ടണും പിന്നെ ക്രിസ്റ്റാറ്റോസോറസ് എന്ന് പറയുന്ന സ്കെൽട്ടണും ഒരു ഡൈനോസർ പോലെ ഇരിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞേക്കുന്നത് അത് രണ്ടും ഒരേ സ്പീഷീസ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് സൂച്ചമൈമസ് എന്ന് പറയുന്ന ഒരു ഡൈനോസർ ഈ ലോകത്തില്ല. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം ഈ ലോകത്ത് വെറും ഉള്ളത് ക്രിസ്റ്റാറ്റോസോറസ് ആണ് അതിൻ്റെ പകരമായിട്ട്. എനിക്കെന്നാലും സങ്കടമുണ്ട്, നമ്മളുടെ പാവം പോകും ക്രിസ്റ്റാറ്റു സൂച്ചമൈമസ് പോകുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ഞാൻ പ്രകടിപ്പിക്കാത്തതാണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അങ്ങ് ദൂരെ നിന്നൊക്കെ നോക്കിയാൽ നമ്മളെ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഗൈസ്. അതാണ് ഈ മണ്ണ് കൊണ്ട് പുതയ്ക്കുന്നതിൻ്റെ ഗുണം. നമ്മൾ ആംബുഷ് പ്രഡക്റ്റർ അല്ലേ, അപ്പം നമ്മൾ വേണം ഫസ്റ്റ് ഹിറ്റ് എടുക്കാൻ. അതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓ, നമ്മൾ ജൂവനൈലായി ഗൈസ്. ഈ 21 മിനിറ്റ്സ് കൂടെ കുറച്ച് വെള്ളം കുടിക്കട്ടെ ഗൈസ്. റിയൽ ലൈഫിലായാലും ഗെയിമിലായാലും ഡ്രിങ്ക് വാട്ടർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്. കുടി. വാവ്, നല്ല വെള്ളം, തണുത്ത വെള്ളം, ഐസ് തൊട്ട വെള്ളം. ഫേസ് ആവാതെ നോക്കിക്കോണേടാ, അല്ലെങ്കിൽ ഊനോ ഗൈസ്. ഇനി ഫുഡ് ഷോർട്ടേജ് ആയിട്ടുണ്ട്. ഫുഡ് ഇവിടെ നിന്ന് മാറി എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന ഐസ് അതിൻ്റെ അർത്ഥം. നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചത്തുവും. അത് തന്നെയാണല്ലോ സംഭവം. ഓക്കെ, സോ ഇത് ഇനി ഈ ഫുഡ് കൂടെ കഴിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അല്ലാതെ കുറച്ചേറെ നേരം എടുക്കണം ഈ കർണാടോറസൊക്കെ ആയിട്ടേ. വേറെ ഡൈനോസറിൻ്റെ കണ്ണിൽ പെടരുത്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് പിന്നെ കാണാം. ആദ്യം ഫുഡ് എവിടെയെങ്കിലും നിന്ന് കിട്ടുമോ നോക്കട്ടെ. നിങ്ങളില്ലാത്തപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നൊക്കെ ആയിരുന്നെങ്കിൽ കുറേ അടിയും പൊടി പൂരമൊക്കെ ആയിരുന്നു. എൻ്റെ മുന്നേ ഫൈറ്റിൻ്റെ അങ്ങേയറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഫൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആവില്ലേ. ഇത് നമ്മൾ കർണാടോറസ് ബേബി ആയിക്കഴിഞ്ഞാൽ എന്തോരം കോൺസിക്വൻസസ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ കർണാടോറസ് ഫുൾ ഗ്രോത്ത് ആക്കിയ ഒരു മോൺസ്റ്റർ ആണെന്നുള്ളത് കാണിച്ചു തരും. ആദ്യം നമുക്ക് കുറച്ച് ഫുഡ് വേണം. ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ സർവൈവ് ചെയ്യത്തില്ല, ഒരു കാലത്തും സർവൈവ് ചെയ്യത്തില്ല. നീ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്തെങ്ങാണ് യുദ്ധം ഉണ്ടായാൽ അതും നിങ്ങൾക്ക് കാണാം. ഞാൻ യുദ്ധം മാറിയെന്ന് കാണത്തേ ഉള്ളൂ. എന്നെ കൊണ്ട് വയ്യ യുദ്ധം ചെയ്യാൻ. അത് ഈ കൊച്ചു പീക്കിരി സ്റ്റേജ്. എത്ര ആയി? നമ്മൾ ഇപ്പോഴും ജുവനൈൽ തന്നെയാണ്. എത്ര മിനിറ്റ് ഉള്ളപ്പോഴായിരുന്നു നമ്മൾ സബ്ബഡൽട്ടായി നേരത്തെ? അതൊന്നും ഓർക്കുന്നില്ല. ഇനി വേസ് ഇവിടെ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നിങ്ങൾ സ്പൈഡർമാൻ്റെ മൂവി എല്ലാം കണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് ഭയങ്കര പൊളി സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്, എല്ലാവരും പറയുന്നത്. ഓക്കെ, ഇത് പ്രശ്നമാണെന്നൊരു സംശയമില്ല. ബിക്കോസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന അത്യാവശ്യം ക്രൗഡഡ് പ്ലേസ് ആണ്. ഇനി ഇവിടെ ആണെങ്കിൽ സബ് അക്വാറ്റിക് ക്രീച്ചേഴ്സിനെ ഞാൻ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന പ്ലേസാണ് ഈ പ്ലേസ്. ബിക്കോസ് ഇവിടെ ദെയർ ഈസ് ഫിഷസ്, കുറേ മീനുണ്ട് ഇവിടെ. അതുകൊണ്ട് സ്പൈനോസോറസ്, സർക്കോസൂച്ചസ്, സൂച്ചമൈമസ്, ആസ്ട്രോറാപ്റ്ററിന് പോലൊക്കെ ഇതുപോലത്തെ ഡൈനോസേഴ്സിനൊക്കെ ഇവിടെ വരാം. അതുപോലത്തെ വേറെ ഡൈനോസേഴ്സിന് വേണമെങ്കിലും വരാം. ഞാനത്ര കംപ്ലൈൻറ്റ് പറയത്തില്ല. പക്ഷേ ഈ കർണാടോറസ് ഇതുപോലത്തെ കർണോ ഗീഗ എടുത്തോണ്ടൊന്നും ഇങ്ങോട്ട് വരില്ല. ബിക്കോസ് നമുക്ക് ഫിഷ് പിടിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയത്തില്ല, കർണോയിനും ഗീഗയ്ക്കും ഫിഷ് പിടിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് എനിക്ക് വലുതായിട്ട് ലോജിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു, പക്ഷെ കടിച്ചാലും മീൻ വായി വരത്തില്ല. അതെൻ്റെ മാത്രം കുഴപ്പമാണോ അത് ഈ ഗെയിമിനകത്ത് എല്ലാവർക്കും കുഴപ്പമുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. ഓ, മൂൺ സെറ്റാണ് ഗൈസ്, മൂൺ സെറ്റ് കാണാം. ഫുഡ് കിട്ടിയില്ലെങ്കിലും കുറച്ച് മൂൺ സെറ്റ്